ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിനെ നമസ്കരിക്കുന്നു. ഇന്നിവിടെ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് പുന്നക്കുളം സ്വദേശി പ്രസന്നയാണ്. പ്രസന്നയുടെ പരാതി മറ്റൊന്നുമല്ല, തന്നോടൊപ്പം 14 വർഷം ഒരുമിച്ച് ജീവിച്ച് തനിക്കൊരു മകനെ സമ്മാനിച്ച ശ്രീ സുരേഷ്, അദ്ദേഹം ഇപ്പം വിവാഹിതനായി വേറെ കഴിയുന്നു. അദ്ദേഹത്തെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല എങ്കിലും സൂരജിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം ഒരു ഉറപ്പ് നൽകണമെന്ന് മാത്രമാണ്. നമുക്ക് പ്രസന്നയെ പരിചയപ്പെടാം. അപ്പോൾ പ്രസന്നയുടെ സ്വദേശം വിഴിഞ്ഞത്തിനടുത്ത് പുന്നക്കുളം. ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 14 വർഷമായി. 14 വർഷം. പ്രസന്നയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും? അച്ഛനും അമ്മയും ഞാനും മോനും. ഓക്കെ. അപ്പോൾ ആരുടെ മോള്? എൻ്റെ ആദ്യത്തെ കൂടുതൽ മോളുണ്ട്. ആദ്യത്തെ കല്യാണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താ? ചന്ദ്രൻ. ചന്ദ്രൻ. ആ, കല്യാണം കഴിഞ്ഞ് എത്ര നാൾ ഒരുമിച്ച് താമസിച്ചു? മോക്ക് 1 വയസ്സായും പോയത്, പിന്നെ വന്നിട്ടില്ല. ഇത്ര വർഷമായിട്ട് വന്നിട്ടില്ല. അത് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്? ഇല്ല, വഴക്കൊന്നുമില്ല. അമ്മയും അച്ഛനും വസ്തു വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പം അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാത്ത പോയത്. പണിക്ക് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. ഓ, സ്ത്രീധനമായിട്ട് വസ്തു പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് കൊടുക്കാൻ പറ്റിയില്ല. മോളെ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ചേർന്ന് വളർത്തി. പിന്നെ രണ്ടാമതാണ് സുരേഷ് എന്നാണ് ആള് വന്നത്. സുരേഷ്. അദ്ദേഹം എങ്ങനെ വന്നതാ? എവിടെ വെച്ചാ കണ്ട് പരിചയപ്പെട്ടെ? എൻ്റെ മാമൻ മരിച്ചപ്പോൾ അവിടെ പോയപ്പോഴാണ് കണ്ടുമുട്ടിയത്. ഓ, അങ്ങനെ ഇങ്ങനെ പലയിടത്ത് വെച്ച് കാണും. കണ്ട് ഇതിൻ്റെ കേട്ട് ഭർത്താവ് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞ ഭർത്താവ് ഇട്ടിട്ട് പോയി, ഒരു മോളുണ്ട്, ഇത്ര വയസ്സായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കണ്ട് സംസാരിച്ചു. എന്നോട് കേട്ട് ഇയാൾ വേലയിൽ തരട്ടോ താമസിക്കുമെന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയൊക്കെ ബന്ധുക്കളെയൊക്കെ അറിയിക്കണം. അപ്പോൾ പറഞ്ഞു അത് വേണ്ട, ഞാൻ ഇയാളെ മോളെയും വരുന്ന കാലം വരെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മോക്ക് ഒരു 7 വയസ്സായി വന്ന് താമസിച്ചുണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ അമ്മ ഈ ഭർത്താവ് പോയി 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ ഭർത്താവ് പോയത്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് പിന്നെ അമ്മ വിചാരിച്ച് നീ അയാൾ വീണ്ടും വന്ന കുഞ്ഞ് തരുന്നുണ്ട്. അമ്മ അവിടെ നിന്ന് പ്രസവം മാറ്റി. പ്രസവം നിർത്തിച്ചു. ഈ പിന്നെ അദ്ദേഹം വരുമ്പോൾ, സുരേഷ് വരുമ്പോൾ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? അപ്പോഴേ അതിന് ശേഷം മോക്ക് ഒരു 6 വയസ്സായപ്പം അമ്മ 4 സെൻറ്റ് വസ്തു വാങ്ങിച്ചു തന്നു. പിന്നെ അവിടെ ചെറിയൊരു മുറി വെച്ചാണ് ഞാൻ താമസിച്ചത്. ഞാൻ പിന്നക്കുളത്ത് തന്നെ. അങ്ങനെയാണ് ഈ മനുഷ്യൻ, ഈ സുരേഷിനെ കണ്ടത്. താമസിച്ച് 1 വർഷമായി പറഞ്ഞു നിനക്കൊരു മോളുണ്ട്, എനിക്കൊരു കൊച്ചു വേണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രസവം മാറ്റിയാണ് അണ്ണാന്ന്. അത് കുഴപ്പമില്ല, നമുക്ക് ആശുപത്രിയിൽ പോകാൻ നമ്മുടെ എസ്റ്റേറ്റിൽ. അപ്പോൾ എൻ്റെ ഒരു അപ്പച്ചിക മോൾ നാൻസ്, അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നമ്മുടെ എസ്റ്റേറ്റിൽ പോയാൽ പ്രസവം തിരുത്തി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ചെന്ന് തിരുത്തി ചെയ്തതാണ്. ഈ മോനെ കണ്ടത് കിട്ടി 14 വർഷം ഒരു കുഴപ്പമില്ലാന്ന്. പിന്നെ 3 വർഷം ഇപ്പോൾ രണ്ടാമത് ഒരു സ്ത്രീയെ എടുത്ത ശേഷം കണ്ട ശേഷം ഇപ്പം മോന് എത്ര വയസ്സുണ്ട്? ഇപ്പം മോന് 12 കഴിഞ്ഞ് 13 വയസ്സായി. ഈ സ്ത്രീയെ കണ്ട ശേഷം 3 വർഷം കൊണ്ട് വീട്ടിൽ അടിയും ബഹളവും അപ്പം ഞാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാൻ വിടുകയൊന്നുമില്ല, നീ പോലീസ് കേസ് ഉടന്ന് പറഞ്ഞു. ഇവിടെ അന്ന് രാത്രി തന്നെ ഞാനും എൻ്റെ മരുമോനും മോളും മരുമോൻ്റെ ചേട്ടനെ കാട്ട് പിടിച്ച് പോയപ്പോൾ അവിടെ നിൽക്കുന്നത്. കൈ പിടിച്ചിട്ട് വരില്ല, തന്തിയം പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. എടുക്കാം നമ്പർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, നിയമം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. കേസ് കൊടുത്തപ്പം നേരം എടുത്തപ്പം വീട്ടിൽ കൊണ്ടാക്കി. ഇവിടെയൊക്കെ പിന്നെ SI അങ്ങ് വിളിച്ച് എന്നെ മോനെ ചെന്ന് പറഞ്ഞു എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എവിടെ പോയാലും അമ്മയെ അറിയിക്കാതെ പോകരുത്, നിൻ്റെ അമ്മയിലൂടെ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി, നിൻ്റെ അച്ഛനായിട്ടിട്ട് പോയി. സാർ ഇന്ന് ഞാൻ ഒരിടത്തും പോയി, എനിക്ക് അമ്മ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇല്ല, അവിടെ ഫയൽ ചെയ്തിട്ടില്ല. 700 രൂപ ഏത് അടിസ്ഥാനത്തിൽ തരാമെന്ന് പറഞ്ഞത്? പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നത് 700. അല്ല സാർ, കാഞ്ഞിരംകുളം സ്റ്റേഷനിൽ പോലീസുകാർ അവരുടെ സന്മനസ് വെച്ചൊരു മധ്യസ്ഥം പറഞ്ഞ് 2000 രൂപയെങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങേർക്ക് അത്രയും കൊടുക്കാനൊക്കെ. രണ്ടാമത് ആ മധ്യസ്ഥമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ വീണ്ടും വന്ന് സ്നേഹമായിട്ട് താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ പഴയതുപോലെ കാര്യങ്ങൾ നീങ്ങുമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ 700 രൂപ അയാളൊരു കണക്ക് വെച്ചങ്ങ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് സുരേഷിനോട് സംസാരിച്ച് നോക്കാം. വന്നിട്ടുണ്ട് സുരേഷ്, വിളിക്കട്ടെ? പിന്നെ ഇന്ന് മോനെ കൊണ്ട് ചേർത്ത് 450 രൂപ എനിക്ക് ഒന്നും നിത്യം പണി കിട്ടൂല. ഇതിനിടച്ച് വയറ്റുമ്പോൾ സുഖമില്ലാതാക്കാവും, BP ഉണ്ട്, ഷുഗറുണ്ട്, ഇടയ്ക്ക് തലച്ചിറ്റിയൊക്കെ വിടുന്നിട്ടുണ്ട്. അവിടെ എങ്ങനെയെങ്കിൽ മേഡം ഇവിടെ നിന്ന് മാസം 2000 രൂപ വെച്ച് എങ്ങനെയെങ്കിലും കൊച്ചിനെ കൊടുക്കണം. ചന്ദ്രൻ ഇപ്പോൾ എവിടെയാ? അത് എവിടെയാണെന്ന് അറിഞ്ഞൂടെ. ആ ഭർത്താവായിട്ട് എത്ര വർഷം ജീവിച്ചു?
അത് 2 വർഷം തന്നെ. ആകെ ജീവിതത്തിൽ 2 വർഷം. 2 വർഷം എന്ന് വെച്ചാൽ ഇയാൾ വന്ന് ഉടൻ തന്നെ കൊച്ചു കിട്ടി. 1 വയസ്സായപ്പോൾ പോയത്. 2 വർഷമാണ് ചന്ദ്രനുമായിട്ട് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത്. ഓ, അത് യഥാർത്ഥത്തിലുള്ള ഒരു വിവാഹമാണ്, രജിസ്റ്റർ ചെയ്ത വിവാഹമാണ്. പഞ്ചായത്ത് കൊണ്ടുവന്ന് ലീഗലി വെഡഡ് വൈഫാണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അല്ല, ഇവർക്ക് പ്രായം അതുകൊണ്ട് പ്രശ്നമില്ല. രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല, പഞ്ചായത്ത് വഴി നടന്നു. പഞ്ചായത്ത് വഴിയാണ്. ആയിക്കോട്ടെ. അതിപ്പോൾ ഒരു രജിസ്റ്റർ ചെയ്യാതെ ഒരു പ്രായപൂർത്തിയായ പെണ്ണും ചെറുതും കുറേ വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ മാരേജ്. അത് നമ്മുടെ നിയമമാണ്. അപ്പോൾ അദ്ദേഹം 2 വർഷമായിട്ട് ജീവിച്ചൊരു കുട്ടിയുണ്ട് അല്ലേ? ഇപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ സുരേഷ് ഉണ്ടല്ലോ, സുരേഷുമായിട്ട് ചുമ്മാ കൂടി താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വിവാഹം നടത്തിയിട്ടില്ല. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നിങ്ങളുടെ ഈ സുരേഷും നിങ്ങളും തമ്മിലുള്ള വിവാഹം ഉണ്ടല്ലോ, വിവാഹം നടത്തിയിട്ടുണ്ടോ? ഇല്ല, വെറുതെ ഒരുമിച്ച് താമസിക്കണം മാത്രമേ അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ പക്ഷേ രേഖയല്ല ഇവരാണ്. പിന്നെ ഇപ്പം അതിൻ്റെ കാർഡുണ്ട്, റേഷൻ കാർഡിൽ എല്ലാ രേഖയും സുരേഷിൻ്റെ പേരിലാണ്, എല്ലാം ഉണ്ട്. ഇപ്പം ചന്ദ്രന് ഒരു രേഖയില്ല. ഈ ചന്ദ്രനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഒരു വിവരവും ഇല്ല. നിങ്ങളോട്ട് യാതൊരു ബന്ധവും ഇല്ല, ഒരു ബന്ധവും ഇല്ല.